ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിയുണ്ട് ഇസ്രയേൽ ക്യാറ്റ്സ് പറയുന്നത് ആയത്തുള്ള അലി ഖമനയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ഇറാഖിൻ്റെ ഭരണാധികാരിയെ സദ്ദാം ഹുസൈന് സംഭവിച്ചതുപോലെയാണ്. കാരണം ഒരു കാലത്ത് സദ്ദാം ഹുസൈൻ ആളും അതുപോലെ അർത്ഥവും ഒക്കെ നൽകി സഹായിച്ചത് അമേരിക്കയാണ്. പിന്നീട് അതേ അമേരിക്ക തന്നെ സദ്ദാം ഹുസൈനെ പിടികൂടുന്നു, അയാളെ തൂക്കിക്കൊല്ലുന്നു. അതിന് സമാനമായ വിധി ആയത്തുള്ള അലി ഖമനയെ കാത്തിരിക്കുന്നു. ആ പ്രശ്നം തീർക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറാൻ ആയുധം വെച്ച് കീഴടങ്ങണം. കാരണം ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് സംശയമാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നാൽ അന്തം വിട്ടവൻ എന്തും ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ എടുത്തു വെച്ച് ആണവ ബോംബുകൾ പ്രയോഗിക്കുക. കാരണം അവിടുത്തെ മതഭീകരത എന്ന് പറയുന്നത് അത്രത്തോളം ദൃഢമാണ്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ സന്ദേശത്തിൽ സ്വന്തം ജനങ്ങളോടും ഇറാൻ ജനതയോടും പറഞ്ഞിരുന്നു. കാരണം നിങ്ങളെ മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കിയിരിക്കുകയാണ്, അത് പൊട്ടിച്ചെറിയണം, ഞങ്ങൾ അതിന് സഹായിക്കാം, നിങ്ങൾ അതിനോട് പൊരുത്തപ്പെടണം, സഹകരിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ഇസ്രയേൽ ക്യാറ്റ്സ് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരേ കാര്യമാണ്. അതായത് ആയത്തുള്ള അലി ഖമനയുടെ അന്ത്യം അടുത്തു. അത് ഏത് രീതിയിൽ വേണം, അതാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെ കൊല്ലുന്നില്ല. ക്യാറ്റ്സ് പറയുന്നു സദ്ദാം ഹുസൈൻ്റെ വിധി വരുമെന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.